നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് PSC ബുള്ളറ്റിൻ ഫെബ്രുവരി 2024 ഇഷ്യൂ 1 പാർട്ട് 2. വില്യം സിഡ്നി പോർട്ടർ എന്ന ചെറുകഥാകൃത്ത് 1896 ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ സ്വീകരിച്ച വ്യാജപേര് പിന്നീട് ലോക പ്രശസ്ത തൂലികാനാമമായി മാറി. പേരെന്ത്? ഒ. ഹെൻറി. ഏകാധിപതിയായ മുസോളിനി എഴുതിയ ഏക നോവൽ ദ കാർഡിനൽ മിസ്ട്രസ്. 1942 രാജ് കമൽ സ്റ്റുഡിയോസ് സ്ഥാപിച്ച ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് വി. ശാന്താറാം. ഇന്ത്യയിലെ ഒരു പ്രമുഖ സാഹിത്യ പുരസ്കാരത്തിൻ്റെ ഉത്ഭവം വ്യവസായി ശാന്തി പ്രസാദ് ജൈനിൻ്റെ 50ാം പിറന്നാൾ ആഘോഷവേളയിൽ നടന്ന ഒരു ചർച്ചയിൽ നിന്നായിരുന്നു. ഓരോ വർഷവും ഇന്ത്യയിലെ പല ഭാഷകളിലെ സാഹിത്യകൃതികളെ താരതമ്യ വിലയിരുത്തൽ നടത്തി ഒരു മികച്ച കൃതി തിരഞ്ഞെടുക്കണമെന്നായിരുന്നു തീരുമാനം. അങ്ങനെ 1965 ആദ്യമായി പുരസ്കാരം പ്രഖ്യാപിക്കുകയുണ്ടായി. 1,00,000 രൂപയായിരുന്നു സമ്മാനത്തുക. ഏതാണ് ഈ സാഹിത്യ പുരസ്കാരം? ജ്ഞാനപീഠം. ആശിഷ് അവി കുന്തക് ബംഗാളിയിൽ നിരാകാർ ഛായ എന്ന പേരിൽ ഒരു സിനിമ സംവിധാനം ചെയ്തിരുന്നു. എന്നാൽ ഈ സിനിമയ്ക്ക് ആധാരമായ രചന ഒരു മലയാള നോവലാണ്. ഏതാണ് ആ നോവൽ? പാണ്ഡവപുരം. രചിച്ചത് സേതു. ഒരു സുന്ദര ശരീരം നശിക്കും, എന്നാൽ ഒരു കലാവസ്തുവിന് മരണമില്ല. ഏത് പ്രമുഖ കലാകാരൻ്റേതാണ് ഈ വാക്കുകൾ? ലിയനാർഡോ ഡാവിഞ്ചി. ശരീരത്തെ അതിൻ്റെ എല്ലാവിധ ന്യൂനതകളോടും വൈരുദ്ധ്യങ്ങളോടും കൂടി ചിത്രീകരിക്കുക എന്നതാണ് ഈ ബ്രിട്ടീഷ് എഴുത്തുകാരിയുടെ ശൈലി. സ്വന്തം നഗ്നശരീരങ്ങളുടെ രചനകളിലൂടെയാണ് അത് നിർവഹിക്കുന്നത്. ചെറിയ ഒരു ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ പ്രതിബിംബത്തെ ഉറ്റുനോക്കുന്ന സ്ത്രീയുടെ ചിത്രമായ പ്രോപ്ഡ് ആണ് പ്രശസ്ത രചന. ആരാണ് ചിത്രകാരി? ജെന്നി സാവില്ലെ. സത്യജിത്ത് റായിയുടെ ജദ് സാഖർ എന്ന സിനിമയ്ക്ക് ആധാരമായ കഥ ആരാണ് എഴുതിയത്? താരാശങ്കർ ബാനർജി. മലയാള സിനിമാ സംവിധായകനായ KS സേതുമാധവന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത തമിഴ് ചിത്രമാണ് മറുപക്കം. ഉച്ചിവെയിൽ എന്ന പ്രശസ്ത തമിഴ് നോവലിനെ അവലംബമാക്കിയാണ് ഈ സിനിമ ഒരുക്കിയത്. ആരുടെ നോവലാണ് ഉച്ചിവെയിൽ? ഇന്ദിര പാർത്ഥസാരഥി. മുക്കോല പെരുമാൾ എന്ന ശില്പം ആരുടേതാണ്? കാനായി കുഞ്ഞിരാമൻ. 2021 പ്രഖ്യാപിച്ച പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായി ഒരു പ്രശസ്ത ഗായകന് സമ്മാനിച്ചു. പത്മവിഭൂഷൺ നേടിയ ഗായകൻ ആരാണ്? SP ബാലസുബ്രഹ്മണ്യം. തെരുവ് നാടകങ്ങളിലൂടെ അറിയപ്പെട്ട ജനനാട്യമഞ്ച് ജനം എന്ന നാടകസംഘത്തിൻ്റെ മുന്നണി പ്രവർത്തകനായ നാടകപ്രതിഭ സഫ്ദർ ഹാഷ്മി. ദ വെബ് ഓഫ് ഇന്ത്യൻ ലൈഫ് എന്ന പുസ്തകം എഴുതിയത് സിസ്റ്റർ നിവേദിത. പശ്ചിമ ബംഗാളിലെയും ജാർഖണ്ഡിലെയും ആദിവാസി മേഖലകളിൽ പ്രചരിച്ചിരുന്ന ഈ ചിത്രകലാരീതി കാഴ്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാഴ്ച നൽകുക, കണ്ണു തുറക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന ഈ കലാരീതിയിൽ അധികവും കൃഷ്ണമണികൾ, ശൂന്യമായ കണ്ണുകളുള്ള മനുഷ്യരൂപങ്ങളാണ്. മരണവുമായി ചേർന്ന് നിൽക്കുന്ന ഈ ചിത്രങ്ങൾ ദാരിദ്ര്യത്തിലും നിരക്ഷതയിലും ആണ്ടുപോയ ഒരു ജനസമൂഹത്തിൻ്റെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും രൂപപ്പെട്ട ഭാവനാ ചിത്രങ്ങളാണ്. ഏതാണ് ചിത്രകല? ചക്ഷുദാൻ. രാവണപ്രഭു എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഹാസ്യകവിയും ബാലസാഹിത്യകാരനുമായ എഴുത്തുകാരൻ മേനോത്ത് രാമകൃഷ്ണൻ നായർ. 3 ഭാഗങ്ങളിലായി 7 നോവലുകൾ ചേർന്ന ബൃഹത് നോവലാണ് സെപ്റ്റോളജി. നോർവീജിയൻ ഭാഷയായ നിനോർസ്കിലിൽ എഴുതപ്പെട്ട നോവലിൽ വിരാമ ചിഹ്നങ്ങളില്ലാത്ത ഘടനയാണ്.
ആസ്ലെ എന്ന ചിത്രകാരൻ്റെ ദൈവം, കല, മതം, വിശ്വാസം, കുടുംബജീവിതം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ആത്മഭാഷണങ്ങളാണ് പ്രമേയം. ആരാണ് നൊബേൽ പുരസ്കാര ജേതാവായ ഈ എഴുത്തുകാരൻ? യോൻ ഹോസെ. 145 തരത്തിലുള്ള പക്ഷികളെ കണ്ടെത്തിയതാണ് ഈ ഉത്സവത്തിൻ്റെ സവിശേഷത. പശ്ചിമ ബംഗാൾ വനം വകുപ്പിൻ്റെ കീഴിലുള്ള സുന്ദർബൻ കടുവാ സങ്കേതമാണ് ഈ മേള സംഘടിപ്പിക്കുന്നത്. ഏതാണ് ഈ മേള? സുന്ദർബൻ പക്ഷി മഹോത്സവം. കേശവ് ദേശിരാജു എഴുതിയ എം.എസ്. സുബ്ബലക്ഷ്മിയുടെ ജീവചരിത്രം ഓഫ് ഗിഫ്റ്റഡ് വോയിസ്, ദ ലൈഫ് ആൻഡ് ആർട്ട് ഓഫ് എം.എസ്. സുബ്ബലക്ഷ്മി. വില്യം ഷേക്സ്പിയറുടെ നാടകങ്ങൾ മികച്ച സിനിമകളാക്കി മാറ്റുന്നതിൽ പ്രാഗൽഭ്യം തെളിയിച്ച സംവിധായകനാണ് അകിരോ കുറൈസോവ. മാക്ബത്ത്, ഹാംലെറ്റ് എന്നീ നാടകങ്ങൾ യഥാക്രമം ത്രോൺ ഓഫ് ബ്ലഡ്, ദ ബാഡ് സ്ലീപ്പ് വെൽ എന്നീ സിനിമകളാക്കി മാറ്റിയിട്ടുണ്ട്. തൻ്റെ 3 മക്കൾക്കായി അധികാരം പങ്കുവച്ച് അപകടാവസ്ഥയിലാകുന്ന ഒരു രാജാവിൻ്റെ കഥ പറയുന്ന ഈ സിനിമ കുറസോവ ഷേക്സ്പിയറിൻ്റെ കിങ് ലിയറിനെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയത്. ഏതാണ് ഈ സിനിമ? റാൻ. നെപ്പോളിയനോടുള്ള ആദരസൂചകമായി ഇറോയിക എന്ന സിംഫണി ചിട്ടപ്പെടുത്തിയ സംഗീതജ്ഞൻ ബീഥോവൻ. വി ഇന്ത്യൻസ് എന്ന പുസ്തകം രചിച്ചത് ഖുഷ്വന്ത് സിംഗ്. ഇന്ത്യയിൽ മികച്ച സംവിധാനത്തിന് ആദ്യമായി ദേശീയ അവാർഡ് നേടിയ വനിത അപർണ സെൻ. ഒരു കണ്ണിൽ ശോകവും മറുകണ്ണിൽ കോപവും അഭിനയിക്കേണ്ട ഏക ലോചനം ഏത് ആട്ടക്കഥയിലെ സന്ദർഭമാണ്? ഉത്തര സ്വയംവരം. മ്യൂസിയം ഓഫ് മോഡേൺ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് ഏത് നഗരത്തിൽ? ന്യൂയോർക്ക്. പണ്ഡിറ്റ് രവിശങ്കർ സംഗീതം നൽകിയ താരാന എ ഹിന്ദ് എന്ന കവിത സാധാരണയായി അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്. എന്താണ് പേര്? സാരെ ജഹാംസെ അച്ഛ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ. അന്റാർട്ടിക്കയോട് ഏറ്റവും അടുത്തുള്ള ഭൂഖണ്ഡം തെക്കേ അമേരിക്ക. മയൂര സന്ദേശം രചിച്ചത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. രഞ്ജി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ഈജിപ്തിൻ്റെ തലസ്ഥാനം കെയ്റോ. രംഗസ്വാമി കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹോക്കി. റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രധാന നേതാവ് ലെനിൻ. നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യർ. നാലുകെട്ട് രചിച്ചത് എം.ഡി. വാസുദേവൻ നായർ. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കർണാൽ. നിശാന്തതയുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ എ. പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം ക്ലോറിൻ. പറക്കുന്ന സസ്തനി വവ്വാൽ. പാലിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ. പാകിസ്ഥാൻ്റെ തലസ്ഥാനം ഇസ്ലാമാബാദ്. പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം പരുത്തി. പിസയിലെ ചരിഞ്ഞ ഗോപുരം ഏത് രാജ്യത്താണ്? ഇറ്റലി. പണ്ഡിറ്റ് രവിശങ്കറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം സിത്താർ. ഫൗണ്ടൻ പേന കണ്ടുപിടിച്ചത് വാട്ടർമാൻ. പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് ഏതൻസ്. ബക്കിംഗ്ഹാം കൊട്ടാരം ആരുടെ വസതിയാണ്? ബ്രിട്ടീഷ് മൊണാർക്ക്. ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീന്തൽ. സ്റ്റീഫൻ ഹോക്കിംഗ് ഏത് രാജ്യക്കാരനാണ്? ഇംഗ്ലണ്ട്. ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വർ. മന്ത് പരത്തുന്ന ജീവി? ക്യൂലസ് കൊതുക്. ഉത്തരേന്ത്യയിലെ ഛോട്ടാ നാഗ്പൂരിൽ പ്രാമുഖ്യമുണ്ടായിരുന്ന ഗോത്രവർഗം ഏത്? കോൾ. ഉമാ കേരളം രചിച്ചത് ഉള്ളൂർ. 1 ലിറ്റർ ജലത്തിൻ്റെ ഭാരം 1000 ഗ്രാം. ഓട്ടിസ് എന്തുതരം ഉൽപ്പന്നമാണ്? ലിഫ്റ്റ്. ഒരു ക്രോസ് എത്ര എണ്ണം? 144. വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ. ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് കേശവദേവ്.
വിവേകാനന്ദപ്പാറ ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ഏണിപ്പടികൾ രചിച്ചത് തകഴി. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഏത് രാജ്യത്താണ്? USA. NAAC എന്നതിൻ്റെ പൂർണ്ണരൂപം നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗം ജിറാഫ്. ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി പാമീർ. ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ്. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കർണാടകം. ബർമ്മയിലെ അതായത് മ്യാൻമറിലെ നാണയം ക്യാറ്റ്. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലി. ബച്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടതാര്? കൈലാഷ് സത്യാർത്ഥി. ബുദ്ധന് ദിവ്യജ്ഞാനം ലഭിച്ച സ്ഥലം ബോധ് ഗയ. ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത് നീലഗിരി. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ച വർഷം 2001. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രോപരിതലത്തിൻ്റെ ഒരു ഭാഗമേ കാണാനാകൂ. ഏത് ബഹിരാകാശ വാഹനമാണ് ആദ്യമായി ചന്ദ്രൻ്റെ മറുഭാഗത്തിൻ്റെ ചിത്രമെടുത്തത്? ലൂണ 3. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം സലൂട്ട് 1. ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. മനുഷ്യ ശരീരത്തിൻ്റെ ഊഷ്മാവ് എത്ര ഫാരൻഹീറ്റാണ്? 98.4 ഡിഗ്രി ഫാരൻഹീറ്റ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫീമർ എവിടെയാണ്? തുടയിൽ. ബഹിരാകാശ സഞ്ചാരിയായ ആദ്യ വനിത വാലന്റീന തെരഷ്കോവ. പിയറി ക്യൂറിയോടൊപ്പം റേഡിയം കണ്ടുപിടിച്ചത് മേരി ക്യൂറി. എസ്-റേ കണ്ടുപിടിച്ചത് റോൺജൻ. മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം 1947. മാലി എന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേര് മാധവൻ നായർ. യക്ഷി എന്ന നോവൽ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണൻ. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണ്? മുൻ സോവിയറ്റ് യൂണിയൻ. യൂറോപ്പിൻ്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ്. ഇനി ഞാൻ ഉറങ്ങട്ടെ രചിച്ചത് PK ബാലകൃഷ്ണൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കൃതമായ വർഷം 1885. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ന്യൂഡൽഹി. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ജനുവരി 26. ഇന്ത്യയിൽ ആണ്ടിലെ ഏറ്റവും നീളം കുറഞ്ഞ ദിവസം ഡിസംബർ 22. ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഡൽഹൌസി. ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശം ദക്ഷിണേന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ ശിശുദിനം നവംബർ 14. ഇന്ത്യയുടെ പൂന്തോട്ടം കാശ്മീർ. രക്തത്തിന് ചുവപ്പു നിറം നൽകുന്ന വസ്തു ഹീമോഗ്ലോബിൻ. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്ക. രാത്രിയുടെയും പകലിൻ്റെയും നീളം തുല്യമാകുന്നത് സൂര്യൻ ഏത് രേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ്? ഭൂമധ്യ രേഖ. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച തീയതി 1945 സെപ്റ്റംബർ 2. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ മിഹിർ സെൻ. റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഫിയോൺ. റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹിയിൽ എവിടെയാണ് നടക്കുന്നത്? രാജ്പഥ്. റിവോൾവർ കണ്ടുപിടിച്ചത് സാമുവൽ കോൾട്ട്.
എനിക്ക് ജീവിതത്തിൽ 3 സാധനങ്ങളേ ആവശ്യമുള്ളൂ. അവ പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ. ഇവ മാത്രം. ഇതാരുടെ വാക്കുകൾ? ടോൾസ്റ്റോയ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാൽ. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ. ഏറ്റവും വലിയ തടാകം കാസ്പിയൻ കടൽ. ഏറ്റവും കൂടുതൽ രേഖാംശരേഖ കടന്നു പോകുന്ന വൻകര അന്റാർട്ടിക്ക. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി യാങ്സി. ഏത് രാജ്യത്തെ ലിപിയായിരുന്നു ഹീറോഗ്ലിഫിക്സ്? ഈജിപ്റ്റ്. ഏത് അനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡായിരിക്കും എന്ന് പ്രതിപാദിക്കുന്നത്? 129. ഏത് അനുച്ഛേദ പ്രകാരമാണ് UPSC ചെയർമാനും അംഗങ്ങളും നിയമിക്കപ്പെടുന്നത്? 316. ഏത് വൈസ്രോയിയുടെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ റെഗുലർ സെൻസസ് നടന്നത്? 1881 റിപ്പൺ പ്രഭുവിൻ്റെ കാലത്ത്. ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചത്? കേശവാനന്ദ ഭാരതി കേസ്, 1973. വധശിക്ഷ വിധിക്കാൻ അധികാരപ്പെട്ട ട്രയൽ കോടതി സെഷൻസ് കോടതി. ഒരു ടൺ എത്ര കിലോഗ്രാം? 1000. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എവിടെയാണ്? ന്യൂഡൽഹി. ഓസ്ട്രേലിയയുടെ തലസ്ഥാനം കാൻബറ. വിവേകാനന്ദ മെമ്മോറിയൽ എവിടെയാണ്? കന്യാകുമാരി. സാഹിത്യമഞ്ജരിയുടെ കർത്താവ് വള്ളത്തോൾ നാരായണ മേനോൻ. കേരള സെറാമിക്സ് ലിമിറ്റഡ് എവിടെയാണ്? കുണ്ടറ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 12. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം ചെറുതുരുത്തി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി. സഫലമേ യാത്ര രചിച്ചത് NN കക്കാട്. ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തീരപട്ടണം മഹാബലിപുരം. ക്യൂബ കണ്ടെത്തിയത് കൊളംബസ് 1492. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നടന്ന വർഷം 1942. ഗൾഫ് രാജ്യങ്ങളിലെ ദ്വീപ് ബഹ്റിൻ. സമുദ്രജല പ്രവാഹങ്ങളെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണൻ. ഗവർണറെ നിയമിക്കുന്നതാര്? പ്രസിഡന്റ്. ഗാന്ധി സിനിമ സംവിധാനം ചെയ്ത് റിച്ചാർഡ് അറ്റൻബറോ. സിംബാബ്വേയുടെ പഴയ പേര് സതേൺ റൊഡേഷ്യ. സിംല കരാറിൽ ഒപ്പുവെച്ചത് സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ജസ്റ്റിസ് M. ഫാത്തിമ ബീവി. ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. സൂക്ഷ്മ വസ്തുക്കളെ വലുതായി കാണുവാനുള്ള ഉപകരണം മൈക്രോസ്കോപ്പ്. സ്ഫിൻക്സ് ഏത് രാജ്യത്താണ്? ഈജിപ്റ്റ്. സ്കൗട്ട് പ്രസ്ഥാനം സ്ഥാപിച്ചത് ബേഡൻ പവൽ. സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരൻ്റെ അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അനുച്ഛേദം 19(1)(c). സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. ഗണദേവത രചിച്ചത് താരാശങ്കർ ബാനർജി. സ്വാതന്ത്ര്യാനന്തരം മിഡ് ഡേ മീൽ സ്കീം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. ലോകത്തെ രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യം മംഗോളിയ. ലോകത്തെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ. ലോക്പാൽ എന്ന പദം ആവിഷ്കരിച്ചതാര്? LM സിംഗ്വി. ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 331. വേഴ്സൈൽസ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1919. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കുന്നതാര്? പ്രസിഡന്റ്. കേരള ഗവർണറായ ആദ്യ വനിത ജ്യോതി വെങ്കിടാചലം.
സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം എഴുതിയത് ഡൊമിനിക് ലാബിയറും ലാറി കോളിൻസും. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിരുന്ന വാഞ്ചി അയ്യർ എന്ന യുവ വിപ്ലവകാരി തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ആഷിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ വർഷം 1911. സ്വതന്ത്ര ഇന്ത്യ ഏതിനത്തിലാണ് ആദ്യത്തെ ഒളിമ്പിക്സ് മെഡൽ നേടിയത്? ഹോക്കി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടന്ന വർഷം 2012. ഹാങ്ങിങ് ഗാർഡൻ എവിടെയായിരുന്നു? ബാബിലോൺ. ചന്ദ്രനിലിറങ്ങിയ ആദ്യ ബഹിരാകാശ സഞ്ചാരി നീൽ ആംസ്ട്രോങ്. ചായ കണ്ടുപിടിച്ച രാജ്യം ചൈന. ചിന്താവിഷ്ടയായ സീത ആരുടെ കൃതിയാണ്? കുമാരനാശാൻ. ജനാധിപത്യത്തിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസ്. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് 1964 മെയ് 27. GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 101 ഭേദഗതി നടത്തിയ വർഷം 2017. ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രരേഖ ന്യൂറോളജി. പൊന്നി എന്ന നോവൽ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണൻ. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ എവിടെയാണ്? ആലുവ. ലേ മിറാബ്ലെ പാവങ്ങൾ രചിച്ചത് വിക്ടർ യുഗോ. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി എവിടെയാണ്? കൊൽക്കത്ത. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചതാര്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. മൈദ മാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഗ്ലൂട്ടൻ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 1925. ശൈശവ പ്രകാശിക സഭ സ്ഥാപിച്ചത് തൈക്കാട് അയ്യ. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട്. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഹോയാങ് ഹോ. ടൈ ബ്രേക്കർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. നേപ്പാളിൻ്റെ തലസ്ഥാനം കാഠ്മണ്ഡു. നോട്ട നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശ്. ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. മേഘാലയ, മണിപ്പൂർ, ത്രിപുര ഹൈക്കോടതികൾ നിലവിൽ വന്ന വർഷം 2013. രോഗാണുബാധ കൂടാതെ കണ്ണിലുണ്ടാകുന്ന അസുഖം വെള്ളെഴുത്ത്. റോക്ക് ഗാർഡൻ എവിടെയാണ്? ഛത്തീസ്ഗഡ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം വത്തിക്കാൻ. ലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഗവർണർക്ക്. ടെന്നീസിൽ പ്രായമേറിയ 1ാം റാങ്കുകാരനായി ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ. 43ാം വയസ്സിലാണ് ബൊപ്പണ്ണ ഡബിൾസിൽ 1ാം റാങ്ക് എന്ന നേട്ടം കൈവരിച്ചത്. ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡനുമായി ചേർന്ന് ഈ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടവും ബൊപ്പണ്ണ നേടി. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്ക്. ഒരു ട്വൻ്റി മത്സരത്തിൽ ഏറ്റവുമധികം സിക്സറുകൾ നേടിയതിൻ്റെ റെക്കോർഡിൽ കിവീസ് താരം ഫിൻ അലൻ അഫ്ഗാനിസ്ഥാൻ താരം ഹസ്രത്തുള്ള സസായിക്കൊപ്പമെത്തി. പാകിസ്ഥാനെതിരായ മത്സരത്തിൽ 16 സിക്സറുകളാണ് താരം നേടിയത്. ഏഴിമല നാവിക അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ വിനീത് എം കാർട്ടി ചുമതലയേറ്റു. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഗുരുരത്നം പുരസ്കാരങ്ങൾക്ക് കേരള സർവകലാശാല പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായരും കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ ജി അമൃത് കുമാറും അർഹരായി. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിന് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ടാക്കൂറിന് ഭാരതരത്ന ബഹുമതി. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം മുംബൈയിലെ അടൽ സേതു പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു.
21.8 കിലോമീറ്റർ നീളമുള്ള പാലത്തിൻ്റെ 16.8 കിലോമീറ്റർ കടലിന് മുകളിലൂടെയാണ്. കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ജെയിൻ യൂണിവേഴ്സിറ്റിക്ക്. 2023 ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോളർ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലയണൽ മെസ്സിക്ക്. സ്പാനിഷ് താരം ഐറ്റിന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊഫസറാണ് കൈരളി. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവി ഷൂവർ. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടിയുടെ വേദിയാണ് ഉഗാണ്ടയിലെ കമ്പാല. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര. ഓസ്കാർ പുരസ്കാരത്തിന് ഏറ്റവുമധികം നാമനിർദ്ദേശങ്ങൾ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിന്. 13 നാമനിർദ്ദേശങ്ങളാണ് ഓപ്പൺഹൈമർ നേടിയത്. 2023 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുരസ്കാരം ശുഭ്മാൻ ഗില്ലിന്. ആജീവനാന്ത പുരസ്കാരത്തിന് രവി ശാസ്ത്രി, ഫറൂഖ് എഞ്ചിനീയർ എന്നിവർ അർഹരായി. കരസേനയിലെ ആദ്യ വനിത സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കി മധ്യപ്രദേശ് സ്വദേശിനി പ്രീതി രജക്, 21 വയസ്സ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ട്രായ് ചെയർപേഴ്സണായി അനിൽകുമാർ ലഹോട്ടി നിയമിതനായി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയയിലെ ഓഗോസ് ദെൻ സലാദോ കീഴടക്കി മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ രാജ്യാന്തര നേട്ടം സ്വന്തമാക്കി. പത്മ പുരസ്കാരങ്ങൾ. മലയാളിയായ ജസ്റ്റിസ് റിട്ടയർ ഫാത്തിമ ബീവി മരണാനന്തരം ഒ രാജഗോപാൽ, ഉഷ ഉതുപ്പ് എന്നിവർക്ക് പത്മഭൂഷണും, ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്, EP നാരായണൻ, അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി, സദനം ബാലകൃഷ്ണൻ, സത്യനാരായണ ബെളേരി എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു. 75ാമത് എമ്മി പുരസ്കാരങ്ങൾ. പ്രധാന പുരസ്കാരങ്ങൾ: മികച്ച കോമഡി പരമ്പര ദ ബെയർ, മികച്ച ഡ്രാമ പരമ്പര സക്സഷൻ, മികച്ച ആന്തോളജി പരമ്പര ബീഫ്, മികച്ച നടൻ കോമഡി ജെറമി അലൻ വൈറ്റ്, മികച്ച നടി കോമഡി കിൻഡ ബ്രൺസൺ, മികച്ച നടൻ ഡ്രാമ കെയ്രൻ കൾക്കി, മികച്ച നടി ഡ്രാമ സാറ സ്നൂക്ക്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച 2020 താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായി 2ാം തവണയും ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവിന്. ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് മികച്ച ഏകദിന താരം. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായി. ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖ്വാജയാണ് മികച്ച ടെസ്റ്റ് താരം. നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനും കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് സജി മാടപ്പാട്ടും അർഹരായി. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറും വനിതാ കിരീടം ബെലറൂസിൻ്റെ ആര്യാന സബലങ്കയും നേടി. പ്രശസ്ത സംഗീത സംവിധായകൻ KJ ജോയ് 77 അന്തരിച്ചു. പ്രശസ്ത എഴുത്തുകാരി KB ശ്രീദേവി 84 വയസ്സ് അന്തരിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാര ജേതാവാണ്. സ്വാതന്ത്ര്യസമര സേനാനി KK ഉണ്ണീരി 100 വയസ്സ് നിര്യാതനായി. ഇളയരാജയുടെ മകളും ഗായികയുമായ ഭാവതാരിണി 47 വയസ്സ് അന്തരിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.